ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖല്ലേ? ഇപ്പൊ ദാ ഇതുപോലെയാണ് കേട്ടോ ഇപ്പൊ എന്റെ കുറച്ച് നാളായിട്ടുള്ള മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവന്റെ കരച്ചിലും ബഹളവും വാശിയും ഒക്കെ ആയിട്ട് തന്നെയാണ് മിക്ക ദിവസങ്ങളിലും എന്റെ മോർണിംഗ് ഓൺ ആവുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചുമ്മാ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. രാവിലെ തന്നെ റെഡിയായി കോടതിയിലേക്കാണ് പോകുന്നത്. കോടതി ചെന്നാൽ ഒരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. സോ കോടതി ചെന്നപ്പോൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. കോടതി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഈയിടെ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ. എന്നെ കാണുമ്പോൾ തന്നെ ഓടി വരും. പിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കവറൊക്കെ ഉണ്ടെങ്കിൽ ആശാൻ അത് വാങ്ങിയിട്ട് പോകും. എന്നിട്ട് അമ്മയെ കൊണ്ട് ഏൽപ്പിക്കും കേട്ടോ. എന്നിട്ട് കുറച്ചു നേരം ഞാനും പിന്നെ അവൻ്റെ കൂടെ കിടന്നു. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ സാലഡിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കുറച്ച് നേരത്തെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തൊക്കെ ഫ്രൈ അല്ല, ചുമ്മാ ഒന്ന് ഷാലോ ഫ്രൈ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ ചെയ്ത് വെക്കുകയാണ്. കാരണം നല്ല മഴയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. ആ ഒരു ഉണർവിൽ നിന്നാലേ ചെയ്യത്തുള്ളൂ. കുറച്ച് നേരം ചിലപ്പോൾ എനിക്ക് മടി പിടിക്കും. അപ്പോൾ ചിലപ്പോൾ സാലഡ് ഉണ്ടാക്കാതെ ഞാൻ വേണമെങ്കിൽ ചോറ് തന്നെ എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ സാലഡിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞത്, ദേ അവൻ ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്, വേഗം പോയി എടുത്തോളാൻ. അങ്ങനെ ചെന്ന് അവന് മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പൊ കുറച്ചു നേരം അവനെ അവിടെയൊക്കെ നിർത്തി, എന്നിട്ടും കയറി പോരുന്നില്ല. പിന്നെ അവസാനം ഞാൻ വഴക്ക് പറഞ്ഞ് വടി എടുക്കുമെന്നൊക്കെ പറഞ്ഞാണ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വന്നത്. കണ്ണ് തുറന്നാൽ ഇപ്പൊ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ആശാൻ അങ്ങ് ഇറങ്ങി ഓടിപ്പോയി കളയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കൊളീഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അപ്പൊ കിയാനാണെങ്കിൽ ചേട്ടന്റെ കൂടെ കുറച്ചു നേരം ബൈക്കിൽ കറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു. രാവിലെ ആണെങ്കിൽ എനിക്ക് അമ്മേനെ ഒരു കാര്യവും ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല ഇൻ ദ സെൻസ്, ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണ് കേട്ടോ. പിന്നെ ലഞ്ചിന്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നത് മിക്കവാറും ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. കോടതിയിലേക്ക് ഞാൻ പോയതിനു ശേഷമാണ് ലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ലഞ്ചിനും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഇവിടെ അപ്പച്ചന് കറികളെല്ലാം അമ്മച്ചി തന്നെ വെക്കണം, അങ്ങനെ നിർബന്ധമുണ്ട്. അപ്പച്ചന് അമ്മച്ചി ഉണ്ടാക്കുന്ന കറികളാണ് ഇഷ്ടം. സോ ആ ഫീൽഡൊക്കെ അമ്മ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്റെ മോനെ നോക്കണമല്ലോ, അത് ഇവർ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് ചെയ്തോളൂ കേട്ടോ. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ ക്ലീനിങ് ആണെങ്കിലൊക്കെ ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് തുണി അധികം മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. ഇന്ന് വെയിലുണ്ടായിരുന്നു തോന്നുന്നു പകൽ. അപ്പൊ അമ്മ ഡ്രസ്സൊക്കെ അലക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ മടക്കി വെച്ചു. ആ ഗ്യാപ്പിൽ ചെയ്യാൻ ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ. ശല്യം മീൻസ് അവൻ ഞാൻ മടക്കി വെക്കുന്ന തുണിയൊക്കെ എടുത്ത് വലിച്ചെറിയുമായിരുന്നു. അതുകൊണ്ടിട്ട് പിന്നെ കുറച്ചു നേരം അവനൊരു കാർട്ടൂൺ വെച്ചു കൊടുത്തു. കാർട്ടൂൺ മായാവിയാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഒന്നും കാണിക്കാറില്ല. മലയാളത്തിലുള്ള പാട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത്. അതും മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഇപ്പൊ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ ആൾ ഇച്ചിരി TV കാണാനായിട്ടുള്ള ടെൻഡൻസി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വൈകിട്ട് ഞാൻ വന്നിട്ട് പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കാറ്. കുളിപ്പിക്കുന്നതാണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തായിരുന്നു. അതൊന്നും നിങ്ങളിപ്പോ ഞാൻ കാണിക്കത്തില്ല കേട്ടോ, കോമഡിയാണ്. അത് എപ്പോഴെങ്കിലും കാണിക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ കാണിക്കാവേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ വൈഫൈ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈഫൈ നന്നാക്കാനായിട്ടുള്ള പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അതൊക്കെ നടന്നു കേട്ടോ. പുള്ളി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ കുയ്യാനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തത്. കുളിപ്പിച്ച് ഡ്രസ്സ് ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിന്റെ ഇടയ്ക്കുള്ള വിയർപ്പാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഇത്രയും വിയർക്കാറില്ല. ഒരു ഡയപ്പർ ഇടിച്ച് ഒരു നൈറ്റ് ഡ്രസ്സ് ഇടണമെങ്കിൽ ഞാൻ അവന്റെ പുറകെ എന്തുമാത്രം കിടന്ന് ഓടണം എന്നറിയോ. അതിനുശേഷം പിന്നെ നേരെ കുളിയാണ്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ. കാരണം അവന്റെ കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ ടയേർഡ് ആവാറുണ്ട്. പിന്നെ അവന് ഫുഡൊക്കെ കൊടുക്കുന്നത് അമ്മയാണ് കേട്ടോ. ഈ ചെറുക്കൻ ഈ പരുവത്തിലാക്കി എടുത്തതാണ് എന്റെ നേരത്തെ കോലം നിങ്ങൾ കണ്ടത്. പിന്നെ ഞാൻ നേരെ വേഗം പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡിന്നർ കഴിച്ചു. സാധാരണ ഡിന്നർ ഒരു 8 മണിക്കൊക്കെ കഴിക്കാറുണ്ട്. ഇന്ന് വൈഫൈ നന്നാക്കാൻ ആള് വരുന്നത് കൊണ്ടിട്ടൊക്കെ അത് ലേറ്റ് ആയും പോയായിരുന്നേ. എല്ലാ കാര്യങ്ങളും ഡിലേ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുള്ളി പോയതിനു ശേഷമാണ് ഇവനെ കുളിപ്പിച്ചതും അതിനുശേഷമാണ് ഞാൻ ഡിന്നർ കഴിച്ചതൊക്കെ. പിന്നെ രാത്രി വന്നിട്ട് എനിക്ക് ചെറിയൊരു സ്കിൻ കെയർ ഉണ്ട് കേട്ടോ. അത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ബേസിക് കാര്യങ്ങളാണ്. ഞാൻ അതുപോലും ചെയ്യുന്നില്ലായിരുന്നു കുറെ നാളുകളായിട്ട്. അപ്പോൾ എന്റെ സ്കിന്നൊക്കെ നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. എന്നെ നേരിട്ട് കാണുന്നവർക്ക് അത് ശരിക്കും അറിയാൻ പറ്റും. എന്റെ പഴയ ഫ്രണ്ട്സിനും അവർക്കൊക്കെ എന്നെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കില്ല സ്ഥിരമായിട്ട്, അവർക്ക് ശരിക്കും മനസ്സിലാവും നിന്റെ സ്കിന്നൊക്കെ ഒത്തിരി ഡാമേജ് ആയെന്ന് എല്ലാവരും പറയാറുണ്ട്.
അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോ ചെറുതായിട്ട് എന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുന്നത്. കാരണം സ്കിൻ അതുപോലെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ രാത്രി ആകുമ്പോൾ ഞാൻ ഇതുപോലത്തെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. ഇത് ടോണിച്ചേന്റെ ടീഷർട്ടാണ്. ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് വയറുണ്ടല്ലോ ആ ടൈമിൽ ഇടാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ തന്നെയാണ് ഇപ്പൊ ഇടുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നടക്കാനായിട്ട്. പുറത്ത് നമ്മൾ ഇങ്ങനെ ഇടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ അതിന്റെ മുടിയൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നുണ്ട്. എല്ലാം നമ്മൾ ബാക്ക് ടു ട്രാക്ക് ആക്കും. ഇനിയിപ്പോ ഇനി കാത്തിരിപ്പാണ് കേട്ടോ. ആർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്? അപ്പായിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആൻഡ് ഫൈനലി അപ്പായി എത്തിയിട്ടുണ്ട്. ഇത്രയും നേരം അപ്പായിനെ കാത്തിരുന്നവൻ അപ്പായിനെ കണ്ടപ്പോ അകത്തേക്ക് ഇറങ്ങി ഓടി കേട്ടോ. പുള്ളി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും എടുത്തോണ്ടോന്ന് കാണിക്കാനൊക്കെ ഓടുന്നതായിരിക്കും. അതെ, അതുപോലെ തന്നെ പുള്ളിയെ ബോൾ എടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷെ ബോൾ അറ്റത്തായതുകൊണ്ട് കിട്ടിയില്ല. ഇനിയിപ്പോ അപ്പായി മോനായിട്ടുള്ള സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പച്ചനൊരു കൊട വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ കൊട പുള്ളിക്ക് വേണം എന്നാണ് പുള്ളി പറയുന്നത്. ഇനി പിന്നെ അപ്പായും മോനും കൂടെയുള്ള കോൺവെർസേഷൻസ് ആണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തല്ലി എന്നാണ് കേട്ടോ പറയുന്നത്. വൈകുന്നേരം ഒരു ചെറിയ അടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മഴയത്ത് പോയപ്പോ. ആ അടിയുടെ കാര്യമാണ് പുള്ളി പറയുന്നത്. എന്താ നോക്കണം, ഇപ്പോഴെ എങ്ങനെയാണെങ്കിൽ വലുതായി വരുമ്പോ ഇവരെന്നെ ശരിയാക്കുമല്ലോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തു പോയായിരുന്നു. പുറത്തു പോയെന്ന് പറഞ്ഞാല് മോന്റെ ഫ്രൂട്ട്സ് ഒക്കെ തീർന്നിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോ ടോൺചാനും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങിക്കാന്ന് വിചാരിച്ചു. രാത്രി എന്നെ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കേട്ടോ. കാര്യം അതൊന്നുമല്ല, അപ്പം വന്നു കഴിഞ്ഞാൽ മോന് പുറത്തു പോകണം, ഭയങ്കര വാശിയാണ്. അപ്പനാണെങ്കിലും മോനെ വണ്ടിയിലിരുത്തി ഒന്ന് കറങ്ങണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ആണ് നമ്മൾ ഈ സമയത്ത് പുറത്തേക്ക് പോയത്. അല്ലെങ്കിൽ നാളെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ തന്നെ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടാണ് സാധാരണ വരാറ്. പിന്നെ വീട്ടിൽ വന്നിട്ട് ആശാൻ നേരെ ബാത്റൂമിൽ കയറി തല വഴി വെള്ളവും കോരി ഒഴിച്ചു. ആ ഡ്രസ്സ് മാറ്റേണ്ടി വന്നു കേട്ടോ. പിന്നെ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ചു നേരം ABCD പറഞ്ഞു കൊടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ പുള്ളി അടുക്കുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇനി നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.